ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മണാലിയിലാണ്. മണാലിയിൽ റിവർ ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. നമ്മൾ 2 ദിവസം ഇവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ലേയിൽ നിന്ന് ഇവിടെ എത്തി. പിന്നെ അടുത്ത ദിവസം ഇന്നലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ഒരു ടെമ്പിൾ, ഹിഡുംബ ടെമ്പിൾ കാണാൻ പോയി. പിന്നെ അതിനുശേഷം നമ്മൾ സിറ്റി കുറച്ച് ഡ്രൈവ് ഒക്കെ ചെയ്തു. മോൾ റോഡിലൊക്കെ പോയി, കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നലത്തെ ദിവസം അങ്ങ് പോയി. അപ്പോൾ ഈ ഹോട്ടൽ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇതിപ്പം ഇവിടെ വരുന്ന ഈ ലേക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഹോട്ടൽ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം മണാലി ഓഫ് സീസൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിന് 2 ദിവസത്തേക്ക് നമുക്ക് കിട്ടി. നമ്മൾ എല്ലാവരും കൂടെ 6 പേരുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവർക്ക് മുകളിലോട്ടൊരു ഫാമും കൂടെ ഉണ്ട് കേട്ടോ. ഈ ഫാമിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ ആപ്പിളൊക്കെ പറിച്ച് തിന്നാം. അങ്ങനെയൊക്കെ കുറേ സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മുകളിലോട്ട് കയറാൻ മടിയായതുകൊണ്ട് അങ്ങോട്ട് കയറിയില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുമ്പോൾ ഇവിടെ മണാലിയിൽ നിന്ന് നമ്മൾ തിരിച്ച് ചണ്ഡീഗറിലോട്ട് പോവുകയാണ്. അപ്പോൾ ചണ്ഡീഗറിൽ പോയതിന് ശേഷം നമുക്ക് ബൈക്കൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് നാട്ടിലോട്ട് അയക്കണം. കാര്യം ചണ്ഡീഗറിൽ നിന്ന് നാളെ നമുക്ക് ഫ്ലൈറ്റാണ്. നാളെ അപ്പോൾ നൈറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ചണ്ഡീഗറിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇന്ന് രാത്രി തന്നെ ചണ്ഡീഗർ എത്തണം. ചണ്ഡീഗർ എത്തിയിട്ട് നാളെ ബൈക്ക് ഫുള്ളൊന്ന് റാപ്പ് ചെയ്ത് കൊറിയർ ചെയ്യണം നമുക്ക്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുമ്പോൾ മണാലി ടു ചണ്ഡീഗർ യാത്രയാണ്. അപ്പോൾ നമുക്ക് യാത്രയുടെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. ഇത് റിവർ ഗ്രാൻഡ് എന്നാണ് കേട്ടോ ഈ ഹോട്ടലിന്റെ പേര്. ഇത് മണാലി മെയിൻ ടൗണിൽ തന്നെ ഉള്ള ഒരു ഹോട്ടലാണ്. അപ്പം മെയിൻ ടൗണിൽ കൂടെ ഒരു റിവർ ഒഴുകുന്നുണ്ട് കേട്ടോ ഈ മണാലിയിൽ. അപ്പോൾ ആ റിവറിന്റെ ജസ്റ്റ് അടുത്തായിട്ടിരിക്കുന്ന ഹോട്ടലാണ് ഈ റിവർ ഗ്രാൻഡ്. അപ്പോൾ അടിപൊളി ഒരു ഹോട്ടലായിരുന്നു ഇത്. കാര്യം നമുക്ക് നല്ല റൂംസ് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഈ മേളിലോട്ട് സ്റ്റെപ്പ് കയറി പോകുമ്പോഴാണ് ഇവിടുത്തെ ഫാം എത്തുന്നത് കേട്ടോ ഗൈസ്. ഇപ്പം ഫാമിൽ ആപ്പിൾ ഫാമാണ് നമുക്ക് ഉള്ളത്. അവിടെ നമുക്ക് ആപ്പിളൊക്കെ കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ലഗേജസ് എല്ലാം ബൈക്കിൽ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ചണ്ഡീഗറിലോട്ടുള്ള ജേണിക്കായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ ഹോട്ടലിൻ്റെ അകത്തൂടെ ഒന്ന് കാണിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയയും പിന്നെ വെൽക്കം ഏരിയയും പിന്നെ അങ്ങനെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു പ്ലേ ഏരിയ ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ റൂം. അപ്പോൾ നമ്മൾ 6 പേരുള്ളതുകൊണ്ട് നമ്മൾ ഒരു എക്സ്ട്രാ ബെഡും കൂടെ നമ്മൾ മേടിച്ചു. അപ്പോൾ നമുക്ക് ഡബിൾ ബെഡഡ് റൂംസ് ആണ് കേട്ടോ ഗൈസ്. പിന്നെ എപ്പോഴും നമുക്ക് ഈ ഒരു റൂമിൽ കിടന്നു കഴിഞ്ഞാൽ, ഈ റൂം മാത്രമല്ല ഇവിടുത്തെ എല്ലാ റൂംസും കിടന്നു കഴിഞ്ഞാൽ ഈ റിവർ ഇങ്ങനെ ഒഴുകുന്നതിൻ്റെ ഒരു സൗണ്ട് ഇങ്ങനെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും കേട്ടോ ഗൈസ്. ഭയങ്കര ഒരു പ്ലേസിങ് സൗണ്ടാണത്. പിന്നെ നമുക്ക് ഇതാണ് ഈ റൂമിൽ നിന്നുള്ള വ്യൂ കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ നിന്നുള്ള. അങ്ങനെ 2 ദിവസം നമ്മൾ ഇവിടെ പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഒരു അടിപൊളി ഒരു സ്റ്റേ ആയിരുന്നു നമുക്ക് മണാലിയിൽ കിട്ടിയത്. അങ്ങനെ ഗൈസ് നമ്മൾ മണാലിയോട് ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നമ്മളിതായപ്പോൾ മണാലിയിൽ നിന്ന് ചണ്ഡീഗറിലോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ഇച്ചിരി ഒരു വിഷമത്തിലാണ്. കാര്യം വേറൊന്നുമല്ല, ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ റൈഡാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 18ാമത്തെ ദിവസമാണ്. അങ്ങനെ 18 ഡേയ്സ് നമ്മൾ റൈഡ് ചെയ്തു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. നമ്മൾ മണാലിയിൽ നിന്ന് ചണ്ഡീഗർ എത്തുന്നു. ചണ്ഡീഗറിൽ നിന്ന് നാളെ നമ്മൾ ബൈക്ക് പാർസൽ ചെയ്ത് ട്രിവാൻഡ്രത്തോട്ട് അയക്കുന്നു. നാളെ ഈവനിങ് നമുക്ക് ചണ്ഡീഗറിൽ നിന്ന് ഫ്ലൈറ്റ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ റൈഡാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ മണാലിയിൽ നിന്ന് ചണ്ഡീഗറിലോട്ടാണ് കേട്ടോ ഗൈസ് റൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മണാലി റൈഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്ന ഗൈസ് ഇതിപ്പോൾ സെപ്റ്റംബർ ആണ് കേട്ടോ ഗൈസ്. ഈ സെപ്റ്റംബർ ടൈമിലാണ് നമ്മളിപ്പോൾ മണാലി റൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും തണുപ്പില്ല കേട്ടോ ഗൈസ്. കാര്യം പകലൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇത് പക്ക ഒരു ഓഫ് സീസൺ തന്നെയാണ് കേട്ടോ. സെപ്റ്റംബറിലൊക്കെ ഇവിടെ മണാലി പകലൊക്കെ നല്ല ചൂടാണ്. ഒരു 25-26 ഡിഗ്രി ഒക്കെ ഉണ്ട്.
പിന്നെ അത് മാത്രമല്ല ഇപ്പം ഇവിടെ ഒരു മഴ സീസൺ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇപ്പം മഴ സീസൺ എന്ന് പറഞ്ഞാൽ ഹെവി റെയിൻഫോൾ ആയിരുന്നു മണാലിയിൽ. ഒരു ജൂൺ ജൂലൈ ടൈമിലൊക്കെ ഭയങ്കര റെയിൻഫോളും. പിന്നെ മണാലി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മണാലിയുടെ അവസ്ഥ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമം വരും കേട്ടോ ഗൈസ്. കാര്യം അത്ര ഒരു ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് ഇവിടെ മഴ എഫക്റ്റ് ചെയ്തു. കാര്യം നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ അറിയാം, രണ്ട് സൈഡിലും നമുക്ക് ഒരുപാട് കടകൾ, ബിൽഡിങ്സ്, പല ആൾക്കാരുടെ വീടുകൾ എല്ലാം ഇടിഞ്ഞു പോയി. പിന്നെ റോഡും പല സ്ഥലത്തും, ഇഷ്ടം പോലെ സ്ഥലത്ത് റോഡ് കംപ്ലീറ്റ് ആയിട്ട് പോയി, അടർന്നു പോയി കേട്ടോ ഗൈസ്. അപ്പോൾ ആ റിവറിലോട്ട് കംപ്ലീറ്റ് റോഡും പൊട്ടിപ്പൊളിഞ്ഞ് പോയി കിടക്കുന്ന അവസ്ഥയാണ്. നമുക്കിപ്പോഴും നോക്കുമ്പോൾ അറിയാം, കുറേ സ്ഥലത്ത് പണികൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും നമുക്കിപ്പോഴും മണാലി ഒന്ന് നോർമൽ ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. വീടുകളും കടകളും അങ്ങനെ കംപ്ലീറ്റ് മണാലി നാശമായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇത് എത്ര നാള് എടുക്കും എന്ന് പറയാൻ പറ്റില്ല, ഇത് മണാലി മൊത്തത്തിലൊന്ന് റിക്കവറായി വരാനായിട്ട്. എന്തായാലും ഇവിടുത്തെ ടൂറിസവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു ഹെവി റെയിൻഫോളും ലാൻഡ് സ്ലൈഡൊക്കെ കാരണം ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഗൈസ്. കാര്യം ഇപ്പം ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ ഇത്തിരി പേടിയും കൂടെ ഉണ്ട്. കാര്യം ആ ഒരു നമ്മളെല്ലാം ന്യൂസിലൊക്കെ കണ്ടതാണ്. കാര്യം ഈ മണാലിയിൽ ആ ഒരു ഹെവി റെയിൻഫോളിൽ കംപ്ലീറ്റ് ലാൻഡ് സ്ലൈഡിൽ വീടും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞ് പോകുന്നതും അതൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടു. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴും മഴ വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് പേടിയാണ്. നമ്മൾ ഇന്നലെ ഇവിടുത്തെ കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പം മഴ വന്നു കഴിഞ്ഞാൽ അവർക്ക് പേടിയെന്നാണ് പറയുന്നത്. അത്ര ഒരു സീരിയസ് മഴയായിരുന്നു ഇപ്പം പെയ്തത്. എത്രയോ വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഇത്രയും ഒരു ഹെവി റെയിൻഫോൾ ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ് മണാലിയും പോയി കിടക്കുകയാണ് കേട്ടോ ഗൈസ്. ഗൈസ്, നമ്മുടെ ഈ ലാസ്റ്റ് ഡേ ആയ ഈ ഒരു 18ാമത്തെ ദിവസം ഞാൻ എൻ്റെ ഈ ഒരു ഓവറോൾ ഈ ഒരു 18 ദിവസത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഗൈസ്. ഇതുവരെ എൻ്റെ ഒരു ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും ബെസ്റ്റ് റൈഡ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഗൈസ്. കാര്യം അത്ര ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ നോർമലി ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മൾ ചിലപ്പോൾ ഇവിടെ നിന്ന് മൂന്നാർ പോകും, ഇവിടെ നിന്ന് കൊടൈക്കനാൽ പോകും, ചിലപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് കർണാടക, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ നമ്മുടെ റൈഡ്സ് അല്ലാതെ നമ്മൾ ഇത്രയും ഒരു സ്ട്രെച്ചിൽ ഒരു 18 ഡേയ്സ് നമ്മളൊരു ബൈക്കിൽ നമ്മൾ റൈഡ് ചെയ്ത്, ബൈക്കിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈമും ഒരു ഡേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ ഗൈസ്. അപ്പം നമ്മുടെ ഒരു ബൈക്കുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മളിങ്ങനെ മനസ്സിൽ ആലോചിക്കുമ്പോഴത്തേക്ക് ഈ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നമ്മുടെ ഓരോ ദിവസവും ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഗൈസ്. അങ്ങനെ മെമ്മറീസാണ്, ഒരുപാട് മെമ്മറീസ് നമുക്ക് ഈ ഒരു 18 ദിവസം കൊണ്ട് കിട്ടി, ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു 18 ദിവസം നമ്മൾ 9 സ്റ്റേറ്റ് കവർ ചെയ്തു. 9 സ്റ്റേറ്റ്സും 3 യൂണിയൻ ടെറിട്ടറീസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ കവർ ചെയ്ത സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. കേരള, പിന്നെ നമ്മുടെ തമിഴ്നാടു, അതിനുശേഷം കർണാടക, മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പിന്നെ ചണ്ഡീഗഡ്, പിന്നെ പഞ്ചാബിൽ നിന്ന് ജമ്മു കാശ്മീരിൽ നിന്ന് ലഡാക്കിൽ നിന്ന് വീണ്ടും ഹിമാചൽ പ്രദേശിൽ നിന്ന് ഇതാ നമ്മളിത് ഇപ്പോൾ ചണ്ഡീഗഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഹാപ്പിയാണ്, നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് റൈഡ് എൻഡ് ചെയ്യാൻ പോകണമെന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര ഒരു ഹാപ്പി ഒരു ഫീലിംഗ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 18 ഡേയ്സ് കവർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പം ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ ഗൈസ്. കാര്യം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഓരോ സ്റ്റേറ്റ് പോകുമ്പോഴും നമുക്ക് ഓരോരോ ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്സ് മാറുന്നതായാലും, എല്ലാം ഹൈവേ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തെങ്കിലും ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്സ് ആണ് കേട്ടോ ഗൈസ്. ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്സ്, ക്ലൈമറ്റ് ആയാലും. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര ചൂടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ട്രിവാൻഡ്രത്ത് നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ വീഡിയോ കണ്ടിട്ടുള്ള ആർക്കെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഫസ്റ്റ് ഡേ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴയിൽ നിന്ന് വീണ്ടും തമിഴ്നാട് പോയപ്പോൾ വീണ്ടും ചൂടിന്ന് വീണ്ടും കർണാടകയിലോട്ട് പോയപ്പോൾ വീണ്ടും ചൂട്. പിന്നെ അതിനുശേഷം മഹാരാഷ്ട്ര കയറിയപ്പോൾ വീണ്ടും മഴ തുടങ്ങി, ഭയങ്കര എക്സ്ട്രീം മഴയും. മുംബൈയിലൊക്കെ ഭയങ്കര മഴ. പിന്നെ മഴ കഴിഞ്ഞ് വീണ്ടും ഗുജറാത്തിലോട്ട് പോയപ്പോൾ അവിടെയും മഴയുണ്ടായിരുന്നു, അഹമ്മദാബാദൊക്കെ മഴയുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും രാജസ്ഥാൻ കയറിയപ്പോൾ വീണ്ടും എക്സ്ട്രീം ചൂട്. പിന്നെ അതിനുശേഷം ചണ്ഡീഗറും നല്ല ചൂടായിരുന്നു. പിന്നെ അതിനുശേഷം
ജമ്മു കാശ്മീരൊക്കെ കയറിയപ്പോഴത്തേക്ക് വീണ്ടും തണുപ്പ് തുടങ്ങി. വീണ്ടും ലഡാക്കിൽ വീണ്ടും എക്സ്ട്രീം തണുപ്പ്, മൈനസൊക്കെ ആവാൻ തുടങ്ങി. പിന്നെ ഇതാ ഇപ്പം ഹിമാചൽ എത്തിയപ്പം വീണ്ടും ക്ലൈമറ്റ്സ് വീണ്ടും ചേഞ്ച് ചെയ്ത് വീണ്ടും ചൂട്. പിന്നെ അങ്ങനെ ഒരു ഡിഫറെൻറ്റ്, എല്ലാ സ്ഥലത്തും ഡിഫറെൻറ്റ്. പിന്നെ ഓരോരോ ആൾക്കാരെ നമ്മൾ കാണുന്നത്, ഓരോ സ്റ്റേറ്റിലെ ആൾക്കാരും ഒരു ഡിഫറെൻറ്റ്, അവരുടെ കൾച്ചർ, പിന്നെ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ നമ്മളോട് ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ടല്ല, നമ്മുടെ ഈ ബൈക്സും കാര്യങ്ങളും നമ്മളെ റൈഡ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് പല ആൾക്കാർ നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയാണ് ചെയ്തത്. അതും ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് എന്ന് പറയുമ്പോൾ ചെറിയ കൊച്ചു കുട്ടി തൊട്ട് ഒരു 70-75 വയസ്സൊക്കെ ആയിട്ടുള്ള അപ്പാപ്പന്മാർ വരെ നമ്മളോട് വന്ന് സംസാരിക്കുകയും അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യുകയും അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പണ്ട് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് ആൾക്കാർ എല്ലാവരും പോസിറ്റീവായിട്ടാണ് കേട്ടോ ഗൈസ് നമ്മുടെ ഈ റൈഡിനെ കണ്ടതും. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഫാമിലിയുടെ സൈഡിൽ നിന്നായാലും ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മുടെ ഫ്ലാഗ് ഓഫിന് തന്നെ ആയാലും നിങ്ങൾ ആരെങ്കിലും ഫസ്റ്റ് ഡേ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറി കാണുക. ഫ്ലാഗ് ഓഫിനായാലും എല്ലാവരും വന്ന് ആണ് നമുക്ക് ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മളെ ഇവിടെ നിന്ന് യാത്ര അയച്ചതും. അപ്പോൾ എല്ലാം ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഗൈസ് ഇത്. പിന്നെ നമ്മൾ എസ്പെഷ്യലി പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ആ ഒരു ലഡാക്കിലുള്ള ആ ഒരു റൈഡിൻ്റെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ലഡാക്ക് റൈഡ് എന്ന് പറയുമ്പോൾ അത് വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു ബൈക്കർ അല്ലെങ്കിൽ ഒരു ബൈക്ക് റൈഡ് ഇഷ്ടപ്പെടുന്ന ആൾ എപ്പോഴും എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ലഡാക്കിൽ റൈഡ് ചെയ്യുക എന്നുള്ളത്. അതൊരു വേറെ ലീഗ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഗൈസ്. എന്ന് പറയുമ്പോൾ ആൽറ്റിറ്റ്യൂഡ്സ്, ഇങ്ങനെ ഈ ലാൻഡ് ഓഫ് ഹൈ പാസസ് എന്ന് പറയുന്നത് ലഡാക്കിനെ ചുമ്മാ അല്ല എന്ന് നമുക്ക് ഇവിടെ റൈഡ് ചെയ്തപ്പോൾ മനസ്സിലായി. ഇഷ്ടം പോലെ ഹൈ പാസസ് ആണ്, എല്ലാ ആൽറ്റിറ്റ്യൂഡ് കയറുക ഇറങ്ങുക. അത് ഈ എബോവ് 10,000, 11,000, 12,000 ഫീറ്റിൽ കുറഞ്ഞുള്ള കളിയൊന്നുമില്ല. അങ്ങനത്തെ ഒരു ലാൻഡ് ഓഫ് ഹൈ പാസസ് എന്ന് അറിയപ്പെടുന്ന ലഡാക്കിൽ റൈഡ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് അതൊരു ഡിഫറെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഓവറോൾ ഈ റൈഡ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു നല്ല റൈഡായിരുന്നു. പിന്നെ നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ടൈം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 20 days ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഇതേപോലെ ഓട്ടിച്ച് ലഡാക്ക് വരെ പോയി പിന്നെ തിരിച്ച് അതേപോലെ വരാൻ പറ്റില്ല. നമ്മളെന്തായാലും ബൈക്ക് പാർസൽ ചെയ്ത് ഫ്ലൈറ്റിലാണ് വരുന്നത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ലഡാക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് എടുത്ത് ലേയിൽ നിന്ന് തന്നെ റെന്റ് ചെയ്ത് ലഡാക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യുക. പക്ഷേ ഈ ഒരു K2K ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് തന്നെയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ ഈ ഒരു റൈഡിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയാം. ഫീൽ എന്ന് പറയുമ്പോൾ രാജസ്ഥാനിലെ ആൾക്കാർ ഭയങ്കര ഒരു വെൽക്കമിങ് പീപ്പിളാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ നമ്മളെ ഭയങ്കര ഒരു നല്ല ഗുണമാണ് ഇവിടുത്തെ ആൾക്കാരെ ട്രീറ്റ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റേറ്റ്സിലെ ആൾക്കാർ മോശമൊന്നുമല്ല ഞാൻ പറയുന്നത്, എന്നാലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതായിട്ടുള്ള ഒരു വെൽക്കമിങ് ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് രാജസ്ഥാനിൽ നിന്ന് ലഭിച്ചു. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ലഡാക്കിലെ ആൾക്കാർ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ബിഹേവിയർ ഉള്ള ആൾക്കാരായിരുന്നു ലഡാക്കിൽ. രാജസ്ഥാനിലെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുക. നമ്മളിപ്പോൾ ഹോട്ടലിൽ കയറിയാലും അതിൻ്റേതായ നമുക്ക് ഒരു ഫീല് വരത്തില്ലേ, നമ്മളെ ആ ഒരു ട്രീറ്റ് ചെയ്യുന്ന രീതി, അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തത് ശരിക്കും രാജസ്ഥാനിൽ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാജസ്ഥാനിലൊക്കെ ആണെങ്കിൽ നമ്മൾ വെളിയിൽ ലഗേജസ് ഒക്കെ നമ്മൾ ബൈക്കിൽ തന്നെ റോഡിന്റെ എന്ന് പറഞ്ഞാൽ അവിടെ വലിയ കോമ്പൗണ്ട് ഒന്നും ഇല്ലായിരുന്നു, എന്നാലും നമ്മൾ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ തന്നെ ലഗേജ് എല്ലാം വെച്ചിട്ട് നമ്മൾ അടുത്ത ദിവസം ചേഞ്ച് ചെയ്യുന്ന ഡ്രസ്സ് മാത്രം എടുത്താണ് നമ്മൾ അകത്ത് കയറിയത്. എന്നാലും നമ്മുടെ ലഗേജസ് എല്ലാം അവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് അവർ സൂക്ഷിച്ചു. അങ്ങനെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ലഡാക്കിൽ റൈഡ് ചെയ്ത സമയത്ത് ലഡാക്കിലെ ആൾക്കാരും ഭയങ്കര അവിടുത്തെ ടിബറ്റൻ പീപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു ലെവൽ ആൾക്കാരാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അവരുടെ ഒരു ശരിക്കും ഒരു പീസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്, പീസ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ലഡാക്കിലെ ആൾക്കാർ. അവർ നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ തന്നെ വലിയ ഈ കത്തി റേറ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അക്കോമഡേഷൻ ആയാലും ഫുഡായാലും വെള്ളമായാലും എല്ലാം ഹെൽപ്പും അവർ ചെയ്തു തന്നു. അപ്പോൾ ഈ ഒരു 2 സ്ഥലത്തെ ഞാൻ എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു അങ്ങനത്തെ ഒരു ഫീല് കിട്ടിയോണ്ടാണ്. ബാക്കിയും എല്ലാ ആൾക്കാരും ഈ ഒരു റൈഡിൽ നമുക്കൊരു നെഗറ്റീവ് ഒരു എക്സ്പീരിയൻസേ ഇല്ലായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ ഇത്രയും 9 സ്റ്റേറ്റ് ഒക്കെ കവർ ചെയ്തെങ്കിലും എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാരും എല്ലാ യൂണിയൻ ടെറിട്ടറിയിലെ ആൾക്കാരും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു ശരിക്കും നമുക്ക് ഈ ഒരു റൈഡിൽ നിന്ന് കിട്ടിയത്.
പിന്നെ വേറൊരു ബിഗ് താങ്ക്സ് പറയേണ്ടത് നമ്മുടെ പാർട്ട്നേഴ്സിനോടാണ്. പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പം നമ്മുടെ ബൈക്സിനോട്. നമ്മുടെ ഈ ഒരു 18 ദിവസം നമ്മുടെ പാർട്ട്നേഴ്സ് ആയിരുന്നു കേട്ടോ ഗൈസ്. നമ്മുടെ ബൈക്ക് നമ്മളെല്ലാവരും യൂസ് ചെയ്തത് റോയൽ എൻഫീൽഡിന്റെ ബൈക്സ് തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പം ഭയങ്കര ഒരു ഫീല് തന്നെയായിരുന്നു നമ്മുടെ ഈ റോയൽ എൻഫീൽഡ് ഈ 18 ഡേയ്സ് റൈഡ് ചെയ്യുക എന്നുള്ളത്. ഞാൻ യൂസ് ചെയ്തത് റോയൽ എൻഫീൽഡിന്റെ മിറ്റിയോ 350 എന്ന് പറഞ്ഞ ബൈക്കാണ്. അതേപോലെ തന്നെ 3 ഹിമാലയൻ 411 ഉണ്ടായിരുന്നു, പിന്നെ 2 ഇന്റർസെപ്റ്റർ 650 ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ റോയൽ എൻഫീൽഡിന്റെ ബൈക്സ് ആയിരുന്നു. അടിപൊളി ഒരു റൈഡിങ് കംഫർട്ടാണ് കേട്ടോ ഗൈസ് നമുക്ക് കിട്ടിയത്. കാര്യം എനിക്ക് വേറെ ഒരു ബൈക്കിൽ നിന്നും ഈ ഒരു റൈഡിങ് കംഫർട്ട് നമുക്ക് ഇത്രയും ദൂരം ഓട്ടിക്കുമ്പോൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു ഭയങ്കര ഒരു റൈഡിങ് കംഫർട്ട് തന്നെയാണ് റോയൽ എൻഫീൽഡിന്റെ ബൈക്സ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം അവരുടെ സർവീസ് നെറ്റ്വർക്ക് കേട്ടോ ഗൈസ്. സർവീസ് നെറ്റ്വർക്ക് ഒരു രക്ഷയില്ലാത്ത സർവീസ് നെറ്റ്വർക്കാണ് നമുക്ക് റോയൽ എൻഫീൽഡിന്റെ. നമുക്ക് ബൈക്കിന് എന്തെങ്കിലും പറ്റുമോന്നോ അഥവാ പറ്റിയാൽ തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം നമുക്ക് റോയൽ എൻഫീൽഡിന്റെ ലേയിൽ വരെ അവർക്ക് മെയിൻ സർവീസ് സെന്റർ ഉണ്ട്. അതുമാത്രമല്ല ലഡാക്കിൽ പല സ്ഥലങ്ങളിലും അവർക്ക് കാർഗിലുണ്ടായിരുന്നു, പിന്നെ സെർച്ചു, അങ്ങനെ പല പല സ്ഥലങ്ങളിലും അവർക്ക് സർവീസ് മൊബൈൽ സർവീസ് അവർ കൊണ്ടിട്ടിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബൈക്കിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ മൊബൈൽ സർവീസ് നമുക്ക് വന്ന് നമ്മുടെ വണ്ടി ശരിയാക്കി തരും. അതുമാത്രമല്ല റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ട്. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആയാലും അവർ ടോ ചെയ്ത് കൊണ്ടുപോയി അവർ നിയറസ്റ്റ് ഷോറൂമിൽ കൊണ്ടുപോയി അവർ വിത്തിൻ 24 hours അല്ലെങ്കിൽ 48 hours നമ്മുടെ ബൈക്ക് റിപ്പയർ ചെയ്ത് കൈത്തരും. അങ്ങനത്തെ ഒരു അഷുറൻസ് നമുക്ക് റോയൽ എൻഫീൽഡിന്റെ സൈഡിൽ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ധൈര്യത്തിൽ നമുക്ക് ഈ ലഡാക്കും അങ്ങനത്തെ ഏരിയാസ് എല്ലാം നമുക്ക് ഈ റോയൽ എൻഫീൽഡിൽ കവർ ചെയ്യാൻ പറ്റിയത് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഈ ലഡാക്ക് റൈഡ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞാൻ ലഡാക്കിന്റെ എൻ്റെ ബൈക്ക് റൈഡിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ ഒരു ലഡാക്ക് ബൈക്ക് റൈഡും പിന്നെ ആ ഒരു ലഡാക്ക് സീരീസ് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക ആ വീഡിയോസ്. അതിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലഡാക്ക് ബൈക്ക് റൈഡ് പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ആയിട്ടൊന്ന് മസ്റ്റായിട്ടും കാണേണ്ടതാണ് നിങ്ങൾ ആ വീഡിയോസ്. അപ്പോൾ എന്നാലും ഞാൻ എടുത്ത് പറഞ്ഞു പോകാം. മസ്റ്റായിട്ട് നിങ്ങളൊരു വിൻ്റർ ലൈനർ വേണം നിങ്ങൾക്ക്. പിന്നെ മസ്റ്റായിട്ട് സൺഗ്ലാസസ്, UV പ്രൊട്ടക്റ്റഡ് സൺഗ്ലാസസ് മസ്റ്റായിട്ട് വേണം. പിന്നെ റിവർ ക്രോസിങ്സ് ഉണ്ട്, അതുകൊണ്ട് വാട്ടർ പ്രൂഫ് സോക്സ് മസ്റ്റാണ്. പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പിന്നെ മെയിനായിട്ട് ഒരു വിൻ്റർ ഗ്ലൗസ് വേണം. കൈയൊക്കെ ഭയങ്കരമായിട്ട് തണുക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ മെഡിക്കേഷൻസ് നിങ്ങൾ കരുതണം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യാം വീഡിയോസ്. പിന്നെ ഗൈസ് വേറെ കുറേ കാര്യങ്ങൾ ഞാൻ ഈ റൈഡിന് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. കാര്യം എസ്പെഷ്യലി എൻ്റെ ഈ സാഡിൽ ബാഗ്സ് ഞാൻ മേടിച്ചു. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ റൈഡിന് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റ് ഈ കാര്യങ്ങളുടെ എല്ലാം പർച്ചേസ് ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ലോങ് റൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നിങ്ങളൊന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക ലിങ്ക്സ് ഒക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഗൈസ്. എസ്പെഷ്യലി എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ ഈ റൈഡിങ് ബൂട്ട് തന്നെയാണ്. ബൂട്ട് തന്നെ നമ്മൾ പല സ്ഥലത്തും ഓഫ് റോഡിങ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ പല സ്ഥലത്തും എൻ്റെ ആംഗിൾ ട്വിസ്റ്റ് ആവാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബൂട്ടാണ് രക്ഷപ്പെടുത്തിയത്. കാര്യം ഒരുപാട് സ്ഥലത്ത് ഓഫ് റോഡിങ് ചെയ്ത സ്ഥലത്ത് നമ്മുടെ കാല് സഡനായിട്ട് താഴെ ഊന്നേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തന്നെ ആലോചിച്ചു ഈ ബൂട്ട് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ റൈഡ് തന്നെ ആ ഒരു സമയത്ത് നമ്മളെ എൻഡ് ആവേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് വാട്ടർ പ്രൂഫ് സോക്സ്. നമുക്ക് ഒരുപാട് എൻ്റെ ഷോർട്ട് ബൂട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ബൂട്ടിൻ്റെ അകത്ത് വാട്ടർ ക്രോസിംഗ് ജമ്മു കാശ്മീരിലെ ആ ഒരു വാട്ടർ ക്രോസിംഗിൽ എൻ്റെ ബൂട്ടിൻ്റെ അകം കംപ്ലീറ്റ് വെള്ളം കയറി 4 ദിവസമായി എടുത്തിട്ടാണ് എൻ്റെ ബൂട്ട് ഉണങ്ങിയത്. ബൂട്ടിനെ കുറ്റം പറയാൻ പറ്റില്ല, അങ്ങനത്തെ ടെറൈൻസ് ആണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് പറയുമ്പോൾ വാട്ടർ പ്രൂഫ് സോക്സ് ആണ്. അതുകൊണ്ടാണ് ആ സോക്സ് ഇട്ടുകൊണ്ട് മാത്രം എൻ്റെ കാല് ഉള്ളം കാല് നനഞ്ഞില്ല. അപ്പോൾ അങ്ങനെ നനയാതെ എനിക്ക് വീണ്ടും ഒരു 4 ദിവസം എനിക്ക് ആ നനഞ്ഞ ബൂട്ടിട്ടുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഈ ഒരു യാത്രയിൽ എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലിങ്ക് വഴി കയറി മേടിക്കാവുന്നതാണ്. പിന്നെ ഗൈസ് കുറേ ആൾക്കാർ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ലോങ് റൈഡ് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കൊക്കെ വട്ടാണോ ഇത്രയും ദൂരം ഈ ബൈക്ക് ഓടിച്ച് പോകാൻ? നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് പൈസ ചുമ്മാ കിടക്കുകയാണോ?
എന്നൊക്കെ ഉള്ള കുറേ റെസ്പോൺസ് പല ആൾക്കാരുടെ സൈഡിൽ നിന്നും ഉണ്ടായി. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഇത് ജസ്റ്റ് ഒരു പാഷനാണ് കേട്ടോ ഗൈസ്. നമ്മുടെ ഇങ്ങനത്തെ ഒരു ബൈക്ക് റൈഡ് ചെയ്യുക, ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാഷനാണ് ശരിക്കും. അത് വേണമെങ്കിൽ പ്രാന്തെന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ നമ്മുടെ ഈ ബൈക്ക് റൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാവരുടെ ഒരു പാഷനാണ് ശരിക്കും നമ്മുടെ ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്യാന്നുള്ളത്. അപ്പം ആ ഒരു പാഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഒരുമിച്ച് ഈ ഒരു 18 ദിവസം നമുക്ക് ഒരുമിച്ച് നിന്ന് ഇങ്ങനത്തെ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു മനസ്സിൽ ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ഇതേപോലത്തെ ഒരു റൈഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനത്തെ ഒരു റൈഡ് മസ്റ്റായിട്ട് ഒരു ചാൻസ് കിട്ടിയാൽ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഗൈസ്. അല്ലാതെ ബാക്കി ആൾക്കാർ എന്ത് പറയും, അവരെന്ത് ചിന്തിക്കും എന്നൊന്നും നമ്മൾ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഗൈസ്. കാര്യം പല ആൾക്കാരും പലതും പറയും. പക്ഷേ നെവർ മൈൻഡ്, നമുക്ക് ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതേ ഒരു പശു ഇതാ ക്രോസ് ചെയ്യുന്നുണ്ട്, ഹരി ജസ്റ്റ് മിസ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മീൻസ് നമ്മുടെ ഈ ഒരു KTK റൈഡിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഇതേപോലെ ഹൈവേസിന്റെ നടുക്ക് ഈ പശു ഇരുന്ന് ഇങ്ങനെ പുല്ലൊക്കെ തിന്നതിന് ശേഷം ഈ പശു ഇരുന്ന് ഇങ്ങനെ അഴവിറക്കിക്കൊണ്ടിരിക്കും ഈ റോഡിന്റെ നടുക്ക്. അപ്പോൾ ഇതിന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു കർവ് വല്ലതും എടുത്ത് ഇങ്ങനെ വരുമ്പോഴായിരിക്കും ഈ പശു ഇങ്ങനെ ഫ്രണ്ടിൽ കാണുമ്പോൾ നമുക്ക് സഡനായിട്ട് ബ്രേക്ക് പിടിച്ചാലും നമുക്ക് വിടാൻ ചാൻസ് ഉണ്ട്. പശുവിനെ ഇടിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നമാവും. അങ്ങനെ കുറേ ഇങ്ങനെ ഒരു ആക്സിഡന്റ് വരാനുള്ള സിറ്റുവേഷൻസ് ഒരുപാട് നമ്മുടെ ഈ റൈഡിനിടയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും റൈഡ് ചെയ്യുമ്പോൾ നല്ല സേഫായിട്ട് റൈഡ് ചെയ്യുക, സൂക്ഷിച്ച് റൈഡ് ചെയ്യുക. എല്ലാവരോടും പ്രോപ്പർ ഗിയേഴ്സ് ഇട്ട് തന്നെ റൈഡ് ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചണ്ഡീഗഡ് എത്തും. ചണ്ഡീഗഡിൽ നിന്ന് പിന്നെ ഇന്നൊരു സ്റ്റേ എടുത്തതിന് ശേഷം നാളെ രാവിലെ നമ്മുടെ ബൈക്സ് എല്ലാം കൊറിയർ ചെയ്ത് തിരിച്ച് ട്രിവാൻഡ്രത്തോട്ടായിരിക്കും കേട്ടോ ചണ്ഡീഗഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ സേഫ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊറിയർ സർവീസാണ് വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് ബൈക്സ് അയക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഗൈസ്. നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ബൈക്സ് അയക്കാം കേട്ടോ ഗൈസ്. നമ്മുടെ 1 point to അതർ പോയിന്റ്, 1 state to അതർ സ്റ്റേറ്റ് നമുക്ക് സുഖമായിട്ട് നമുക്ക് ബൈക്സും പിന്നെ ബൈക്സ് മാത്രമല്ല നമുക്ക് ഇപ്പം എന്ത് സാധനങ്ങളായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ പറ്റിയ ഒരു കൊറിയർ സർവീസാണ് സേഫ് എക്സ്പ്രസ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു 18 ദിവസത്തെ നമ്മുടെ റൈഡിൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് ഞാനൊരു സീരീസ് പോലെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് കയറി ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ലോങ് റൈഡ് പോകുന്ന ആൾക്കാർക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ ഗൈസ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കമൻസും സജഷൻസും അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇനിയുള്ള നെക്സ്റ്റ് വീഡിയോസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സജഷൻസും കമൻസ് എല്ലാം വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയുക. എങ്ങനെ നമുക്ക് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് അതും കൂടെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു K2K റൈഡും ഈ ഒരു ഫുൾ ജേണിയും ഈ ഒരു സീരീസ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.